ഹായ് സുഹൃത്തുക്കളെ, യാത്രാ ബ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് തേക്കടിയാണ്. ഞാൻ ആ വണ്ടി നിർത്തി വണ്ടിൻ്റെ പേപ്പറൊക്കെ ഇവിടെ കാണിച്ച് തേക്കടി ബോട്ടിങ്ങിലേക്കുള്ള എൻട്രൻസിലേക്ക് കടന്ന് ഇതിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിലൊരു ദേവീക്ഷേത്രമുണ്ട്, കാണുന്ന ദേവീക്ഷേത്രം. അത് കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോയി. ഇവിടെ പെരിയാർ വന്യസങ്കേതത്തിനകത്ത് പ്രവർത്തിക്കുന്ന 3 KTDC ഹോട്ടലുകളാണ്. ആരണ്യ നിവാസ്, ജവഹർലാൽ നെഹ്റുവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. KTDC ആണ് ഇത് നടത്തുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഹോട്ടലുണ്ട്. ഇതാ ആരണ്യ നിവാസ്. തേക്കടീനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിൻ്റെ സഹായ വനപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തേക്കടി. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ വന്യജീവി സംരക്ഷണ കേന്ദ്രവുമാണ് തേക്കടി. ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രവും പെരിയാർ തടാകവും തമിഴ്നാട് അതിർത്തിയിലാണ്. തേക്കടിയിൽ നിലവിൽ കാണുന്ന തടാകം മുല്ലപ്പെരിയാർ ഡാം കെട്ടിയതിന് ശേഷം ഉണ്ടായതാണ്. ഈ തടാകത്തോടനുബന്ധിച്ച് ബോട്ടിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഈ പോകുന്ന വഴിക്കൊക്കെ ഫോറസ്റ്റിൻ്റെ കോഫി ഷോപ്പുകളുണ്ട്. കണ്ട, അടിപൊളി സ്ഥലമല്ലേ? റൈറ്റ് സൈഡിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യാം. ഇതൊക്കെ KTDC ആണ് നടത്തുന്നത്. ഫോറസ്റ്റും ഹോട്ടലുകൾ മൊത്തം KTDC ആണ് നടത്തുന്നത്. എത്ര വർഷമുള്ള മരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്നാ. അങ്ങനെ വണ്ടിയായിട്ട് ഞങ്ങളിവിടെ പാർക്ക് ചെയ്ത് മെയിൻ എൻട്രൻസിലെത്തി. ഇപ്പം സമയം 9 മണിയായി. ഇപ്പം തന്നെ 150 ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു, ടൂറിസ്റ്റുകൾ. ഞാനുണ്ട്, എൻ്റെ സുഹൃത്തായ സലീൽ സാറുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് വന്നത്. പെരിയാർ ടൈഗർ റിസർവിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കണ്ടോ ബസ്സുകൾ വരുന്ന കണ്ടില്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഫോറസ്റ്റിൻ്റെ ഈ ബസ്സിൻ്റെ അകത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒരു 2-3 കിലോമീറ്റർ. നമ്മൾ ബസ്സൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഫോറസ്റ്റിൻ്റെ വണ്ടിയിലാണ് നമുക്ക് കയറാൻ പറ്റും. ഈ ബസ് ഇതിൻ്റെ ഒരു 10-15 ബസ്സുണ്ട് അവിടെ. 7:30 ഇവിടെ കാലത്ത് എന്ത് തുടങ്ങും? ബോട്ടിങ് തുടങ്ങും. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. 7:30 മണിക്കാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുക. ഒരു 6:30 മണിയാകുമ്പോൾ നമ്മളിവിടെ വന്ന് ക്യൂവിൽ വന്ന് നിൽക്കണം. ഇപ്പം ബോട്ടിങ്ങിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കാണുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഷോപ്പുകളുണ്ട്. തേയിലുണ്ട്, തേനുണ്ട്, എന്ന് വേണ്ട ഫോറസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട്. ഇതൊരു ഷോപ്പാണ് ഇത്. കണ്ട, ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അത് ഈ കാണുന്നത്. കണ്ട, ആള് വരുന്ന കണ്ടില്ലേ?
ഇപ്പോൾ 9 മണിയായിട്ടേ ഉള്ളൂ. അന്നപ്പോഴത്തെ ഒരു ട്രിപ്പ് ആൾക്കാർ പോയി തിരിച്ചു വന്ന്, ബാക്കി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുക ആൾക്കാർ. 7:30 മണിക്ക് കാലത്ത് സ്റ്റാർട്ടായിരുന്നു. നമ്മളിവിടെ അറേഞ്ച് ചെയ്തത് ഒരു സ്പീഡ് ബോട്ടാണ്. നല്ല തണുപ്പുണ്ട്, അതിമനോഹരമായ കാഴ്ചകളാണ് അതൊക്കെ. ഇവർ വരുന്നതിന് പറയുന്നത് എന്താ വെച്ചാൽ കാലത്ത് പോയാൽ മൃഗങ്ങളെ കാണാം. ഇവിടെ ഈ 2 ബോട്ടുകളും ഇപ്പം പുറപ്പെടും. നമ്മളെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മളെ ബോട്ടെത്തി, അപ്പോൾ യാത്ര തുടങ്ങി. ഞങ്ങൾ 2 പേരാണ് ഉള്ളത്. കാലത്ത് 2 ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇരുവശങ്ങളിലേക്ക് നോക്കുന്നുണ്ട്, എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതിൽ. ഇപ്പം ആനനെ കണ്ട ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഡ്രൈവർ പറഞ്ഞ് കണ്ട, ഇതിൻ്റെ അകത്ത് കണ്ട എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങൾ കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുന്ന കണ്ടില്ലേ, വെള്ളത്തിൽ തന്നെ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഇതാ, ബോട്ട് പോയിട്ട് തട്ടിപ്പോയാലും മറിയും. ഇങ്ങനെ പണ്ട് അപകടം ഉണ്ടായത് ഇവിടെ. കണ്ടോ, വമ്പൻ മരങ്ങളാ. ഒരു മണിക്കൂറാണ് ഇതിൻ്റെ അകത്ത് ബോട്ട് യാത്ര. നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. കണ്ടല്ലേ? നല്ലൊരു അനുഭവം തന്നെയാണ് ഈ യാത്ര. പല സ്ഥലങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് വന്ന പക്ഷികൾ ഉണ്ടാവുന്ന പറഞ്ഞത്. ഇതുവരെ ഒന്നിനും കാണാൻ പറ്റിയില്ല. മാൻകൂട്ടം. കണ്ട, ബോട്ട് വരുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അത് കാട്ടിലേക്ക് പോകും. കണ്ടോ? എല്ലാവരും കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകും.
ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം. ഈ കാണുന്നതാണ് ഇതൊരു പഴയ കൊട്ടാരം, ഒരു രാജാവിൻ്റെ. ഇപ്പം ഇതിൻ്റെ പേര് ലേക്ക് പാലസ് എന്നാണ്. തടാകത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ദിവസം ഇത് KTDC നടത്തുന്നത്. ഒരു ദിവസത്തേക്ക് അവിടെ റേറ്റ് 20,000 രൂപ. ചില സീസണുകളിൽ അല്ലാത്ത ടൈമുകളിൽ ചാർജ് കുറയുകയും ചെയ്യും. കണ്ടോ, ഇതൊരു പ്രത്യേകതരം പക്ഷിയാണ്, വിദേശിയാണ്, കാക്കേനെക്കാട്ടും വലുതാണ്. അത് മലേൻ്റെയൊക്കെ കിടപ്പ് കണ്ടില്ലേ, എന്താ സ്റ്റൈല്. ബോട്ട് മെല്ലെയാണ് കേട്ടോ ഇപ്പം പോകുന്നത്. അവിടെ എന്തോ ഒരു മൃഗം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതാണ് ലേക്ക് പാലസ്. ഒരു മാനുണ്ട്. ഇതെങ്ങനെ ഇവിടെ എത്തി മനസ്സിലാകുന്നില്ല. ഇതൊരു തടാകമാതിരി മാൻ നിൽക്കുന്ന സ്ഥലം. എങ്ങനെ ഇവിടെ എത്തിയത്? ചുറ്റോട് ചുറ്റും വെള്ളം. രസകരമായ കാഴ്ച അതൊക്കെ. ഒന്നിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ ബോട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് പൊതുജനങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളത്? ബോട്ടിങ് വന്ന് ഒരു ദിവസം 5 ട്രിപ്പാണ്. രാവിലെ 7:30, പിന്നെ 9:00, 11:15, 1:45, 3:00 5 ട്രിപ്പുണ്ട്. അതിൻ്റെ റെൻ്റൊക്കെ എങ്ങനെയാണ്? റെൻ്റ് ഒരാൾക്ക് 255 വെച്ചാണ് ബോട്ടിങ്ങിന്. പിന്നെ അവിടുന്ന് ബസ് ഫെയറുമായിട്ടും ഇതുമെല്ലാം കൂട്ടി 75 എൻട്രൻസ് ഫീസായിട്ടും എടുക്കും. ഈ 255 കൂടാതെ 75 കൂടി എടുക്കും. പിന്നെ ഈ ബോട്ട് യാത്ര 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ എന്തെങ്കിലും ആനിമൽസൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഓപ്പൺ ഫോറസ്റ്റാണ്. ആനിമൽസ് നമുക്ക് കൃത്യമായിട്ട് ഗ്യാരണ്ടി പറഞ്ഞ് കാണാൻ പറ്റത്തില്ല. കണ്ടാൽ നമ്മുടെ ഭാഗ്യം പോലിരിക്കും ആനിമൽസ്. അത് തന്നെ ഭാഗ്യാന്നല്ല കാണുന്നത്. പിന്നെ ഇതിന്റെ അകത്തൊരു ഗസ്റ്റ് ഹൗസ് മാതിരി ഉണ്ടല്ലോ, അത് ഫോറസ്റ്റിന്റെ ആണോ KTDC ആണോ, എന്താ സംഭവം? ഇത് പഴയ രാജകൊട്ടാരമാണ്, ട്രിവാൻഡ്രം മഹാരാജയുടെ രാജകൊട്ടാരമാണ്. KTDCക്കാർ അത് ലേക്ക് പാലസ് റിസോർട്ടായിട്ട് നടത്തുന്നത്. 6 റൂമുണ്ട് ഇവിടെ. ഒരു റൂമിന് 20,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം സീസണുള്ളപ്പോൾ 20,000, ഓഫ് സീസണുള്ളപ്പോൾ അതിനനുസരിച്ച് കുറച്ച് 14,000, 15,000 രൂപയ്ക്കാണ് റൂം ഇവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ അല്ലേ? അല്ലാതെ ഇപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ എക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ട്. നേച്ചർ വാക്കുണ്ട്, ഗ്രീൻ വാക്കുണ്ട്, നൈറ്റ് ട്രക്കിംഗ് ഉണ്ട്, പിന്നെ ബാംബു റാഫ്റ്റിംഗ് എന്നൊരു പ്രോഗ്രാമുണ്ട്, പിന്നെ ടയർ ട്രെയിൽ എന്നൊരു പ്രോഗ്രാമുണ്ട്, പിന്നെ എടപ്പാളയം വാച്ച് ടവറിൻ്റെ ഇതുണ്ട്. കാട്ടിനുള്ളിൽ സ്റ്റേ ചെയ്യാനുള്ളതാണ് എടപ്പാളയം വാച്ച് ടവറും ഈ ടയർ ട്രെയിൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഒരു 5 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് ഈ ബാംബു റാഫ്റ്റിംഗ്, ഈ തടാകത്തിലൂടെ ബാംബു റാഫ്റ്റിംഗ് നടത്തുന്നത്. പിന്നെ ഈ നേച്ചർ വാക്ക് എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ് ട്രക്കിങ്. 2.5 മണിക്കൂറിൽ ഒരു 5 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും ആനിമൽസ് കാണുവാണെങ്കിൽ കാണാം. പിന്നെ ബേർഡ് വാച്ചിങ് എന്നാണ്, ഈ പക്ഷികളെ കാണാൻ വരുന്നവർ, അതും ഒരു 2 മണിക്കൂറുള്ള 2.5 മണിക്കൂറുള്ള പ്രോഗ്രാമാണ്. അന്നപ്പം വന്നു കഴിഞ്ഞാൽ എന്തായാലും 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം അല്ലേ? 2 ദിവസം സ്റ്റേ ചെയ്താലേ ഇത് മൊത്തം ഒന്ന് കവർ ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. അതിൻ്റെ ഡീറ്റെയിലൊക്കെ മൂപ്പർ പറഞ്ഞതിന് ശേഷം നമ്മളെ യാത്രയൊക്കെ ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക. ഇവിടെയാണ്, ഇവിടെ നിന്നാണ് കയറി
വീണ്ടും ഇവിടെ തന്നെ തിരിച്ച് കണ്ട ബോട്ടുകളൊക്കെ പുറപ്പെട്ടു അവിടുന്ന്. ഏറ്റവും ഫസ്റ്റ് ട്രിപ്പ് പോയാലേ മൃഗങ്ങളെ കാണാൻ പറ്റും, ഭാഗ്യം ഉണ്ടെങ്കിൽ. നമ്മളെ മുന്നും പോയ ആൾക്കാരാണ് ആനേനെ കണ്ടെന്ന് പറഞ്ഞു അല്ലേ. എത്ര യാത്രക്കാരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഇതിൻ്റെ അകത്താട്ടോ താമസിച്ച്. ബാംബു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ ഇവിടെ നിന്നാണ് നമ്മൾ റൂമൊക്കെ എടുക്കണ്ടേ. ഈ കൗണ്ടറിൽ നിന്നാണ്. കോട്ടേജുകളാണ് മൊത്തം. ബാംബുവിൻ്റെ അകത്താണ് ഈ കോട്ടേജുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുണ്ട് തേയിലപ്പൊടിയുണ്ട്, തേനുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉണ്ടോ അതിൻ്റെ അകത്തൂടെ, ബാംബുവിൻ്റെ അകത്തൂടെ നടക്കുക. പക്ഷെ അതിമനോഹരമായ കാഴ്ച കേട്ടോ അതൊക്കെ. ഇതൊക്കെ ഓൺലൈൻ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടൂ. ഇവിടെ ഒരു ഏർമാടുണ്ട്. ഉണ്ടോ ഏർമാടോ ഉണ്ടല്ലേ. ഇതൊക്കെ സെറ്റ് ചെയ്ത് എന്ത് സ്റ്റൈലുണ്ട് കാണാൻ. ഇതിൻ്റെ അകത്ത് ചെറിയ മരങ്ങളില്ല, മൊത്തം ബാമ്പു തന്നെയാണ്. ഇതിൻ്റെ അകത്തൊരു കോൺഫറൻസ് ഹാളുണ്ട്. ആ കാണുന്ന ഇത്. അതിൻ്റെ പേര് കളരി എന്നാണ് ഇതിൻ്റെ പേര്, കോൺഫറൻസ് ഹാളിൻ്റെ പേര്. ഈ സ്കൂൾ ടൂറൊക്കെ വന്നാൽ കുട്ടികളൊക്കെ ഇവിടെ റൂം എടുക്കരുത്. പിന്നെ ഒരു ഡോർമെറ്ററി ഉണ്ട്. ഒരു 10 ഡോർമെറ്ററികളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്തൊക്കെ ഈ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. മനോഹരമായ കാഴ്ച ഇതിൻ്റെ അകത്തൊക്കെ. ഞങ്ങൾ വന്നപ്പം ഇന്നലെ രാത്രി ഇതിൻ്റെ അകത്താണ് കിടന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. ഇത് 2 റൂമുകൾ അടുത്തടുത്തുള്ള. ബാമ്പു ഒക്കെ നല്ലോണം ഡ്രസ്സ് ചെയ്ത് വെച്ച് കണ്ടില്ലേ, അടിപൊളിയായിട്ട്. നല്ല തണുപ്പാ. റൂം ബുക്ക് ചെയ്താൽ എല്ലാം ഇൻക്ലൂഡിങ്ങാ, ഫുഡ് വരെ. ഇനി നമ്മൾ പോകുന്ന ക്യാൻറ്റീനിലേക്കാണ്. ഇവിടെയൊക്കെ റൂം കിട്ടണേ ഒരു 4-5 മാസം മുന്നേ ബുക്ക് ചെയ്യണം, എന്നാലേ കിട്ടും. ഇതാണ് ക്യാൻറ്റീൻ. അടിപൊളി ക്യാൻറ്റീൻ. അവിടെ ശ്യാമുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്ന മണികണ്ഠൻ സാറുണ്ട്. ഇന്നലെ രാത്രി ഇവിടെയാ സ്റ്റേ. ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ ഒരു ബോർഡുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് 8 മണി മുതൽ 9:30 വരെ കിട്ടും. ലഞ്ച് 1 മണി മുതൽ 2 മണി, ഡിന്നറും. ടേസ്റ്റി ഫുഡാണ്. ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ തന്നെയാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി ഹോം സ്റ്റേകളുണ്ട്, ലോഡ്ജുകളും ഉണ്ട് പുറത്ത്. നല്ല റേറ്റ് ആട്ടോ ഇവിടെയൊക്കെ. കണ്ടോ ഹോം സ്റ്റേ ഇതാ. ചില സമയങ്ങളിൽ ഇവിടെ റൂം തീരെ കിട്ടാണ്ടാവില്ലെന്നാണ് പറയുന്നത്.